വിധിക്കെതിരായ സൈബർ ആക്രമണത്തിൽ നടപടി ആവശ്യപ്പെട്ട് കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ രംഗത്ത് ജഡ്ജിമാർ ഹൈക്കോടതിയിൽ നിവേദനം നൽകി. ജഡ്ജിക്കെതിരായ ആക്രമണം തടയണമെന്നാണ് ആവശ്യം. ഇന്ത്യയിലെ 4 സുപ്രീം കോടതിയുടെ ജഡ്ജിമാരെ കസേര വലിച്ചിട്ട് സുപ്രീം കോടതിയുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾ ജനങ്ങളാണ് ഇവിടുത്തെ യജമാനന്മാർ, നിങ്ങൾ സംരക്ഷിക്കണം ഈ രാജ്യത്തെ, അല്ലാതെ ഈ കോടതി സംരക്ഷിക്കും എന്ന് വിചാരിക്കരുത്. അവരുടെ അഭിഭാഷകർ പറയാണ്. അവർ പറയുന്നത് എന്താണ്? സ്ഥാനം ഒഴിഞ്ഞു പോയ 2 പ്രോസിക്യൂട്ടർമാരെ ഇവിടെ നിന്ന് നീതി ലഭിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ കോടതിയുടെ നടത്തിപ്പിൻ്റെ രീതിയെക്കുറിച്ചുള്ള അവരുടേത്, പ്രോസിക്യൂട്ടർമാരുടേത് ഒക്കെയുള്ള അവരുടെ ഒരു വേവലാതി, അവരുടെ ഒരു സങ്കടം, അതിവിടുത്തെ പൊതുജനങ്ങളോട് തുറന്നു പറയുകയാണ്. അവിടെയാണ് ഇന്ത്യയിലെ 4 സുപ്രീം കോടതിയുടെ ജഡ്ജിമാരെ കസേര വലിച്ചിട്ട് സുപ്രീം കോടതിയുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾ ജനങ്ങളാണ് ഇവിടുത്തെ യജമാനന്മാർ, നിങ്ങൾ സംരക്ഷിക്കണം ഈ രാജ്യത്തെ, അല്ലാതെ ഈ കോടതി സംരക്ഷിക്കും എന്ന് വിചാരിക്കരുത് എന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞത് നിയമം അറിയാവുന്ന, നിയമപരിജ്ഞാനമുള്ളവരാണ്, എന്നും ചെയ്യാവുന്ന കാര്യങ്ങളല്ല. അസാധാരണമായ സന്ദർഭങ്ങളിൽ അവരങ്ങനെ വന്നിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതും കൂടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പ്രതികരിക്കാനായിട്ട്. അപ്പോൾ ഇവർ പറഞ്ഞത് തുല്യനീതിയെക്കുറിച്ചാണ്. ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞൊരു കാര്യം, അവരുടെ പരാതി എന്താണ്, അവരെന്താണ് ബഹുമാനപ്പെട്ട കോടതിയോട് പറയുന്നത്? കോടതിയോടെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ നീതിന്യായ സംവിധാനത്തോടാണ് സംസാരിക്കുന്നത്, അല്ലാതെ ചെയറിലിരിക്കുന്ന ഒരു വ്യക്തിയോടല്ല. ആ സംവിധാനത്തോട് ആ ഒരു ഇന്ത്യൻ പൗരൻ എന്താണ് പറയുന്നത്? അവരുടെ പരാതി എന്ന് പറയുന്നത് അവരെ കൊട്ടേഷൻ റേപ്പിന് വിധേയാക്കി എന്നാണ്. ഒരാളത് അയാളുടെ ലൈംഗികേച്ഛ തീർക്കാൻ ഉപയോഗിച്ചു എന്നല്ല, ആ ദൃശ്യങ്ങൾ പകർത്തി വെക്കാനും അത് മറ്റൊരാൾക്കോ കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്നാണ്. അത് ഏറ്റവും നന്നായി അറിയാവുന്നത് അതിന് വിധേയമാകുന്ന സ്ത്രീക്കാണ് എന്താണ് ഈ പുരുഷൻ്റെ താല്പര്യം എന്നറിയാവുന്നത്. അപ്പോൾ അത് പ്രോസിക്യൂഷൻ്റെ കേസും അതാണ്. പ്രോസിക്യൂഷൻ ഇല്ലാത്തൊരു മോട്ടീവ് ഇവിടെ ജഡ്ജി ഇപ്പോൾ ആരോപിച്ചുകൊണ്ടാണ് ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികളെ ശിക്ഷിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. വിധി വന്ന ഉടൻ തന്നെ ഒരു അഭിഭാഷക ജില്ലാ കോടതി പരിസരത്ത് വെച്ച് ജഡ്ജിക്കെതിരെ മോശം പരാമർശങ്ങൾ നടത്തി. വിധി പറയാൻ എന്തെങ്കിലും പ്രശ്നമോ സമ്മർദ്ദമോ ഉണ്ടെങ്കിൽ ജഡ്ജി മാന്യമായി രാജിവെക്കണം, എത്തിക്സ് വിട്ട് കളിക്കരുത് എന്നൊക്കെയായിരുന്നു അവരുടെ പരാമർശം. ഒപ്പം അതിജീവനയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ അവരും ജഡ്ജിക്കെതിരെ സമാനമായ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷന്റെ പ്രസിഡന്റായ യശ്വന്ത് ചേളായി സ്ഥിരീകരിക്കാത്ത ഊമക്കത്ത് ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ചു എന്നത് ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരാൾക്ക് ചേർന്നതല്ല. ഇതോടൊപ്പം സിനിമാ മേഖലയിൽ നിന്നും ധാരാളം വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയും ഒപ്പം തന്നെ നടി പാർവതി തിരുവോത്തുമൊക്കെ സമൂഹ മാധ്യമത്തിലൂടെ വലിയ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം സംവിധായകനായ സനൽകുമാർ ശശിധരന്റെ ഒരു